നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ധനസഹായ പദ്ധതികളെപ്പറ്റിയും ക്ഷേമ പദ്ധതികളെപ്പറ്റിയുമുള്ള ഒരു പരിപാടിയാണിത്. ഇവിടെ സർക്കാരിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധങ്ങളായ സേവനങ്ങളുണ്ട്. ആ സേവനങ്ങൾ അതെപ്രകാരം പൊതുജനങ്ങൾക്ക് ലഭ്യമാകും, അതെന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെപ്പറ്റിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വ്യക്തമായ ധാരണകൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഇല്ലാതെ വരുന്നത് കൊണ്ട് യഥാസമയം സർക്കാർ പദ്ധതികളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ധനസഹായ പദ്ധതികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ വരികയും അങ്ങനെ അർഹമായത് ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഗുണകരമാകത്തക്ക രീതിയിൽ സർക്കാരിൻ്റെ വിവിധങ്ങളായ പദ്ധതികളെപ്പറ്റിയും അതുപോലെ തന്നെ റേഷൻ കാർഡ്, വോട്ടർ ID കാർഡ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ വിവിധങ്ങളായ സഹായ പദ്ധതികളും നഷ്ടപരിഹാരങ്ങളും നൽകി വരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അർഹരായ പലർക്കും ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണയില്ലാത്തതിനാൽ യഥാസമയം നഷ്ടപരിഹാരത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനോ ധനസഹായം നേടിയെടുക്കുന്നതിനോ സാധിക്കാതെ പോകുന്നുണ്ട്. നിത്യേന എന്നോണം വരുന്ന അപകടങ്ങൾ, വന്യജീവി ആക്രമണം തുടങ്ങി രോഗങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സർക്കാർ നഷ്ടപരിഹാരങ്ങളും മറ്റ് ധനസഹായങ്ങളും നൽകുന്നുണ്ട്. ദുരിതത്തിൽ കഴിയുന്ന പലരും ഇക്കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് അർഹമായത് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരം എപ്രകാരം ലഭ്യമാകും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് നിത്യേന എന്നോണം സംഭവിക്കുന്ന ഒന്നാണ് വന്യജീവി ആക്രമണം. ഇതുമൂലമുണ്ടാകുന്ന മനുഷ്യജീവനാശം, പരിക്ക്, കൃഷിക്കും കന്നുകാലിക്കുമുണ്ടാകുന്ന നാശം, വസ്തുവകകൾക്കും വീടിനുമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്നിവയ്ക്കുള്ള നഷ്ടപരിഹാരം താഴെ പറയും പ്രകാരം വ്യവസ്ഥകൾക്ക് വിധേയമായി അത് ലഭിക്കുന്നതാണ്. വന്യജീവി ആക്രമണം മൂലം മരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം. കടന്നൽ, തേനീച്ച എന്നിവയുടെ കുത്തേറ്റുള്ള മരണമാണെങ്കിലും ഈ നിരക്കിൽ നഷ്ടപരിഹാരം ലഭിക്കും. വനത്തിന് പുറത്തു വെച്ചുള്ള പാമ്പുകടി മൂലമുള്ള മരണത്തിന് 2 ലക്ഷം രൂപയാണ് ധനസഹായം. സ്ഥിരമായ അംഗഭംഗത്തിന് പരമാവധി 2 ലക്ഷം രൂപയും പരിക്ക് പറ്റുന്നവർക്ക് 1 ലക്ഷം രൂപയുമാണ് ധനസഹായമായി നൽകി വരുന്നത്. മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സഹായ പരിധി നിശ്ചയിക്കുക. എന്നാൽ പട്ടികവർഗക്കാർക്ക് പരിധിയില്ലാതെ ചെലവാകുന്ന മുഴുവൻ തുകയും നൽകുന്നുണ്ട്. വിളനാശത്തിനും വീട് നഷ്ടത്തിനും കന്നുകാലി നഷ്ടത്തിനും നഷ്ടത്തിൻ്റെ മുഴുവൻ തുകയോ പരമാവധി 1 ലക്ഷം രൂപയോ ഏതാണോ കുറവ് അതാണ് നൽകി വരുന്നത്. വനം വകുപ്പാണ് നഷ്ടപരിഹാരം നൽകുന്നത്. നാശനഷ്ടം അനുഭവിക്കുന്നവർക്കും മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുമാണ് നഷ്ടപരിഹാരം നൽകുക. അക്ഷയ കേന്ദ്രം വഴി ഓൺലൈനായി അപേക്ഷകൾ അപേക്ഷകൻ്റെ പരിധിയിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് വേണം സമർപ്പിക്കാൻ. ജീവനാശത്തിനുള്ള അപേക്ഷകൾ 1 വർഷത്തിനുള്ളിലും മറ്റുള്ളവയ്ക്ക് സംഭവം നടന്ന് 6 മാസത്തിനകവും അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം. അപേക്ഷിക്കേണ്ട വിലാസം edistrictkerala.government.in എന്നുള്ള ആ സൈറ്റിലൂടെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലിങ്കിൽ കയറിയും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അതിന് www.forest.kerala.gov.in എന്നുള്ള ലിങ്കിൽ കയറി ഈ വിവരങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഏറ്റവും അധികം ആക്രമണം സംഭവിച്ചിരിക്കുന്ന അല്ലെ വന്യജീവി ആക്രമണത്തിലൂടെ ഒത്തിരിയേറെ ആളുകൾക്ക് ജീവനും സ്വത്തും ആരോഗ്യവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ വെച്ചാൽ അർഹരായിട്ടുള്ളവർക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കും. സർക്കാർ വനിതകൾ ഗൃഹനാഥരായിട്ടുള്ളവരുടെ മക്കൾക്ക്
വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നുണ്ട്. വനിതകൾ, ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങളിലെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം ഒരു അധ്യയന വർഷത്തിൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 3000 രൂപയും 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് 5000 രൂപയും +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് 7500 രൂപയും ലഭിക്കും. ഡിഗ്രി തലത്തിലും അതിനു മുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10000 രൂപയും ധനസഹായമായി നൽകി വരുന്നുണ്ട്. അർഹതാ മാനദണ്ഡം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപേക്ഷകർ മുൻഗണനാ വിഭാഗത്തിൽ, അതായത് BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരായിരിക്കണം. സർക്കാർ സ്കൂൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ആയിരിക്കണം. വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, ഭർത്താവിനെ കാണാതായി 1 വർഷം കഴിഞ്ഞവർ എന്നിവരുടെ മക്കൾ ഈ ധനസഹായത്തിന് അർഹരാണ്. ഭർത്താവിന് നട്ടെല്ലിന് ക്ഷതമേറ്റ് പക്ഷാഘാതം മൂലം ജോലി ചെയ്യുവാനും കുടുംബം പുലർത്തുവാനും കഴിയാത്ത വിധം കിടപ്പിലായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും സർക്കാർ ഡോക്ടർ നൽകുന്ന സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായവരുടെ മക്കൾക്കും ഈ സഹായം ലഭ്യമാണ്. അതുപോലെ തന്നെ എയ്ഡ്സ് ബാധിതരായിട്ടുള്ള, സാമൂഹികമായി വിവേചനം അനുഭവിക്കുന്നവർ, അങ്ങനെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ, അവർ APL വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിലും ഈ ധനസഹായത്തിന് അർഹതയുള്ളവരാണ്. ഇത് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. സർക്കാരിൻ്റെ wed.kerala.gov.in എന്ന പോർട്ടൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫോം ഈ പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് വിദ്യാഭ്യാസ സഹായങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന സ്കൂൾ അധികാരിയുടെ സാക്ഷ്യപത്രം മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ഭർത്താവ് ഉപേക്ഷിച്ചത്, വിവാഹമോചനം നേടിയത്, ഭർത്താവിനെ കാണാതായിട്ട് 1 വർഷം കഴിഞ്ഞത് എന്നിവ തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം എന്നിവ സഹിതം വേണം അപേക്ഷിക്കാൻ. ഇതിൻ്റെ വെബ്സൈറ്റ് നമുക്ക് പരിശോധിക്കാവുന്നത് wcd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി നമുക്കിതിൻ്റെ വിവരങ്ങൾ നേടിയെടുക്കാം. അതോടൊപ്പം തന്നെ അർഹരായ എല്ലാവരും തന്നെ ഇതിനുവേണ്ടി അപേക്ഷ സമർപ്പിച്ച് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഈ ധനസഹായത്തിന് വേണ്ട ശ്രമം നടത്തി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സഹായം നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് നന്നായിരിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നത് എങ്ങനെ? ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ഓരോ പൗരനും തൻ്റെ വോട്ടവകാശം ശരിയായ വിധത്തിൽ ഉപയോഗിച്ചാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് ഭരണഘടനാ സ്ഥാപനമായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുള്ള പ്രായപൂർത്തി വോട്ടവകാശമുള്ള ഓരോ പൗരനെയും തിരിച്ചറിയാൻ തിരിച്ചറിയൽ കാർഡ് നൽകി വരുന്നു. voters.eci.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഓരോ വർഷവും ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ ഓൺലൈനായി നൽകാവുന്നതാണ്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അഥവാ ERO മുഖേനയാണ് തുടർ നടപടികൾ സ്വീകരിക്കുക. ഓരോ പോളിംഗ് ബൂത്തിനും പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്ന BLO, അതായത് ബൂത്ത് ലെവൽ ഓഫീസർ മുഖാന്തരം അപേക്ഷയിൽ അന്വേഷണം നടത്തി ടിയാൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ERO അപേക്ഷകനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുകയും ചെയ്യും. ഒരിക്കൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കിട്ടി എന്ന കാരണത്താൽ എല്ലാ കാലവും എവിടെയായാലും വോട്ട് ചെയ്യാനാവും എന്ന് കരുതരുത്. തിരിച്ചറിയൽ കാർഡ് ഉണ്ടെങ്കിലും വോട്ടർ പട്ടികയിൽ
പേരുൾപ്പെട്ടിട്ടില്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ ആവില്ല. ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് താമസമാക്കുന്നവർ വോട്ടർ പട്ടികയിലും പേര് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. താമസം മാറിയെത്തുന്ന സ്ഥലത്തെയും വിവാഹം കഴിച്ചെത്തുന്ന സ്ഥലത്തെയും ബൂത്തിലെ വോട്ടർ പട്ടികയിലേക്ക് പേര് മാറ്റിച്ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. ഓരോ വർഷവും മരണപ്പെടുന്നവരുടെയും താമസം മാറുന്നവരുടെയും പേരുകൾ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാറുണ്ട്. പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടികയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആയതിനാൽ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ ഈ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിരിക്കണം എന്നത് നിർബന്ധമാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ എല്ലാ വർഷവും സൗകര്യമൊരുക്കുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമൊരുക്കുന്നുണ്ട്. ജനാധിപത്യ ബോധമുള്ള പൗരൻ എന്നും വോട്ടവകാശത്തെപ്പറ്റി ബോധ്യമുള്ളവനായിരിക്കണം. വോട്ടർ പട്ടികയിൽ പേരുറപ്പാക്കി ജനാധിപത്യത്തിന് കരുത്തു പകരാം. ഒരിക്കൽ ഒരിടത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്നതുകൊണ്ട് മാത്രം വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാതെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിലും തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ ഓരോ വ്യക്തിക്കും, വോട്ടവകാശമുള്ള ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്, അല്ലെങ്കിൽ അത് അവൻ്റെ കടമയാണ് എന്ന ബോധ്യത്തോടു കൂടി മുന്നേറാം. ഒരിക്കലും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായ വോട്ടവകാശം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കാം. റേഷൻ കാർഡ് ഒരു വ്യക്തിയുടെ അടിസ്ഥാന രേഖയാണ് റേഷൻ കാർഡ് എന്നായിരുന്നു കഴിഞ്ഞ നാളുകൾ വരെ നാം കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. സർക്കാർ ഓഫീസുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് അത്യാവശ്യ സേവനം ലഭ്യമാകാൻ അവശ്യം വേണ്ട രേഖകളാണ് റേഷൻ കാർഡും ആധാർ കാർഡും. ആധാർ കാർഡ് പ്രാബല്യത്തിലാകും മുൻപ് റേഷൻ കാർഡിൻ്റെ ഉപയോഗം വളരെ വിപുലമായിരുന്നു. ക്രമാനുഗതമായി പുതുക്കൽ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ റേഷൻ കാർഡിൽ നിലവിലുള്ള അംഗങ്ങളെല്ലാം അതേപോലെ നിലനിൽക്കും. പുതുതായി അംഗങ്ങളെ ചേർക്കുന്നതിന് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. പുതുതായി ഒരു റേഷൻ കാർഡ് ഒരു കുടുംബത്തിന് ലഭിക്കുന്നതിന് ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ആവശ്യമായ രേഖകൾ സഹിതം, അതായത് ആധാർ, വരുമാന സർട്ടിഫിക്കറ്റ്, റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് മുതലായവ ചേർത്ത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. നിലവിൽ ഏതെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ പുതുതായി മറ്റൊരു മേൽവിലാസത്തിൽ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് പുതിയ സ്ഥലത്തെ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, നിലവിലുണ്ടായിരുന്ന താലൂക്ക് സപ്ലൈ ഓഫീസ് രേഖകളിൽ നിന്നും റേഷൻ കാർഡ് കുറവ് വരുത്തിയതിൻ്റെ രേഖകൾ സഹിതം അപേക്ഷ ഓൺലൈനായിട്ട് വേണം സമർപ്പിക്കാൻ. പുതുതായി ജനിച്ച അംഗങ്ങളെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുവാൻ അവരുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സഹിതം അപേക്ഷിക്കണം. നിലവിൽ മറ്റൊരിടത്തും റേഷൻ കാർഡിൽ പേരുൾപ്പെട്ടിട്ടില്ലാത്ത മുതിർന്ന വ്യക്തികൾക്കും റേഷൻ കാർഡിൽ പേര് ഉൾപ്പെടുത്തുവാൻ വ്യവസ്ഥകൾക്ക് വിധേയമായി സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. റേഷൻ കാർഡ് സംബന്ധമായ അപേക്ഷകളെല്ലാം ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അക്ഷയ സെൻറ്ററുകൾ മുഖേനയും നേരിട്ടും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആധാർ കാർഡ് ലഭിച്ചിട്ടുള്ളതിനാൽ റേഷൻ കാർഡ് ഇല്ല എങ്കിലും കുഴപ്പമില്ല എന്ന തെറ്റായ ധാരണ പലരിലും നിലനിൽക്കുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾക്കെല്ലാം ആധാറിനൊപ്പമോ അതിലുപരിയായോ
റേഷൻ കാർഡ് തന്നെയാണ് ഇപ്പോഴും പരിഗണിക്കപ്പെടുന്നത് എന്ന വസ്തുത നമുക്ക് മറക്കാതിരിക്കാം. അപ്പം പഴയ കാലത്ത് മുതൽ ഉണ്ടായിരുന്ന നമ്മുടെ റേഷൻ കാർഡിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. റേഷൻ കാർഡ് ഓരോ കുടുംബത്തിൻ്റെയും അടിസ്ഥാന വിവരങ്ങളടങ്ങിയ അംഗീകൃത രേഖയാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം പാവപ്പെട്ട ജനങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു കൈത്താങ്ങ്, മാരക രോഗങ്ങൾക്ക് ചികിത്സാ സഹായം, അപകട മരണങ്ങൾക്ക് അടിയന്തര സഹായം, ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും തീപിടുത്തം, ഇടിമിന്നൽ എന്നിവ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് സഹായം, ഇവയാണ് പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്ന സാധാരണ സാഹചര്യങ്ങൾ. www.cmo.kerala.gov.in എന്ന വെബ് പോർട്ടലിലൂടെ മാത്രമാണ് ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാറിൻ്റെ പകർപ്പ്, FIR അല്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയും നൽകണം. ഓൺലൈനായി നൽകപ്പെടുന്ന അപേക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ ലഭിക്കുന്ന ഡോക്കറ്റ് നമ്പർ തുടർ അന്വേഷണങ്ങൾക്ക് ആവശ്യമാകയാൽ ഇത് അപേക്ഷകൻ സൂക്ഷിക്കണം. വില്ലേജ്, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ ശരിയായി തന്നെ അപേക്ഷയിൽ നൽകണം. ഇത് നടപടികൾക്ക് കാലതാമസം ഇല്ലാതാക്കാൻ സഹായിക്കും. വില്ലേജ് ഓഫീസർ മുഖാന്തരമാണ് അന്വേഷണങ്ങൾ നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുക. 10,000 രൂപ വരെയുള്ള ധനസഹായം അനുവദിക്കുന്നത് ജില്ലാ കളക്ടറാണ്. റവന്യൂ മന്ത്രിക്ക് 25,000 രൂപ വരെയും മുഖ്യമന്ത്രിക്ക് 3 ലക്ഷം രൂപ വരെയും അനുവദിക്കാൻ അവകാശമുണ്ട്. അതിനു മുകളിലുള്ള ധനസഹായം മന്ത്രിസഭയുടെ അനുമതിയോടുകൂടിയാണ് അനുവദിക്കുക. ഇനിയും ഇതിനാർക്കൊക്കെയാണ് അർഹതയുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപേക്ഷകൻ്റെ കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഒരിക്കൽ സഹായം ലഭിച്ച വ്യക്തിക്ക് 2 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വീണ്ടും ഇതിനായി അപേക്ഷ സമർപ്പിക്കാനാകൂ. എന്നാൽ തികച്ചും ചില അർഹമായ സാഹചര്യങ്ങളിൽ, കേസുകളിൽ ഈ സമയപരിധിക്കുള്ളിലും അധിക സഹായം ചിലപ്പോൾ നൽകുന്നതാണ്. ശസ്ത്രക്രിയയ്ക്കാണ് സഹായമെങ്കിൽ ശസ്ത്രക്രിയാ തീയതി മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. ജീവിതചര്യ രോഗങ്ങൾക്ക്, അതായത് പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായ മറ്റ് സാധാരണ രോഗങ്ങൾക്കും ധനസഹായം നൽകുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ധനസഹായം, ചികിത്സാ ധനസഹായം നേടി ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒത്തിരിയേറെ ആളുകളുടെ ചരിത്രം കേരളത്തിലുണ്ട്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്ന, ഗതികേടിൻ്റെ അങ്ങേയറ്റത്തായിരുന്ന ഒത്തിരിയേറെ ആളുകൾക്ക് കഴിഞ്ഞ പല സർക്കാരുകളുടെ കാലഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സാ സഹായ പദ്ധതിയിലൂടെയും അതുപോലെ ഈ ധനസഹായത്തിലൂടെയും ജീവിതത്തിലേക്ക് അവർക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സാധാരണക്കാരൻ്റെ ഒരു അവകാശമായി തന്നെ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ CMO പോർട്ടലിൽ അപേക്ഷ നൽകി ഈ ധനസഹായം സ്വീകരിക്കാൻ അർഹരായിട്ടുള്ളവർക്ക് സാധിക്കും. അതിന് അനുയോജ്യമായ സമയത്തും അനുയോജ്യമായും ആവശ്യമായതുമായ എല്ലാ രേഖകൾ സഹിതവും അപേക്ഷ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.